അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പക്കോടയാണ്. അതുകൂടാതെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, എൻ്റെ ചാനലിന്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 5 minutes റെസിപ്പീസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാവർക്കും എന്താ ബാച്ചിലറായിട്ടൊക്കെ താമസിക്കുന്നവർക്കൊക്കെ കൂടുതലായിട്ടും എന്താ പറയുക പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളവരായിരിക്കുമല്ലോ. അങ്ങനെ ടൈം എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോസും 5 minutes ആയിരിക്കും, ഇനി 5 minutes റെസിപ്പീസും ആയിരിക്കും ഇടുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോകും. ഞാൻ ഇവിടെ ഇപ്പോൾ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് ചേർക്കുക. പിന്നെ കുരുമുളക് പൊടി, ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇതിപ്പോൾ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മറ്റു മുളക് പൊടി വേണമെങ്കിലും ഇടാം. ഇനി ഇതിനകത്തേക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പെരുംജീരകം പൊടിച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി, അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും. കുറച്ച് അരിപ്പൊടിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ അന്നേരം അതിനകത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അതിൻ്റെ ചിക്കൻ ഫ്രൈ ആക്കി എടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. ഇതിനകത്തേക്ക് 2 കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചിക്കനകത്ത്. ഇത് എൻ്റെ ഇപ്പോൾ 2 കിലോ ആണ്, നല്ല ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് 15 minutes ഞാൻ ഫ്രീസറിനകത്തൊന്ന് വെച്ചായിരുന്നു. ഒന്ന് ഒത്തിരി നേരം വെക്കണ്ട. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അരപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഇപ്പോൾ ചൂടായി, ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഒത്തിരി ഇതായി പോകണ്ട, അപ്പോൾ അരപ്പെല്ലാം കരിഞ്ഞൊക്കെ പോകും. ഇതിപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് കീറിയിട്ടുണ്ട്, നടുക കീറിയിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ്. ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്താണ്, ഇടികല്ലിലോട്ട് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്ത്, മിക്സിക്കകത്തിട്ട് അരയ്ക്കരുത്, അല്ലാണ്ട് തന്നെ ഇടികല്ലിലോട്ട് വെച്ച് ഒന്ന് ഇടിച്ചെടുത്തതാണ്. ഇനി ഇതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ വെളുത്തുള്ളി എണ്ണയ്ക്കകത്ത് നിന്ന് ഫ്രൈ ആയി വരുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ അത് ഈ ചിക്കൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിലേക്കോ ഫ്രണ്ട്സിലേക്കോ ഒക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.